എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ബോണി, ഇന്ന് നമുക്ക് ഒന്ന് ബൈബിള് വായിച്ചിട്ട് തുടങ്ങാം. എനിക്ക് പ്രഭാഷകന്റെ പുസ്തകമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ തേടിയത് അത് തന്നെയാണ്. 2-ാം അധ്യായത്തിൽ 4 മുതൽ വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനവും വേദനയൊക്കെ വെച്ച് എപ്പോഴും ഞാൻ എന്നെ ഒരു ശോകഗായകൻ എന്നൊക്കെയാണ് പറയുന്നത്. എപ്പോഴും മുഖത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു ദുഃഖമാണ്, ഒരു സ്ഥായി ഭാവം. അല്ല, അങ്ങനത്തെ ഒരു പാട്ടിനെ കുറിച്ച് ഇന്ന് വർത്താനം പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനത്തെ പാട്ട് വല്ലതും എനിക്ക് അച്ഛനാ ബൈബിള് വായിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം എനിക്ക് കിട്ടിയായിരുന്നു. കൂടെ കൂടെ എനിക്കും കിട്ടാറുണ്ട് ഈ വചനം. കർത്താവിന് ഇഷ്ടപ്പെട്ട മനുഷ്യരെ, അതായത് സഹനം ഒരു വിശ്വാസത്തിലെടുക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണി എനിക്ക് വേണ്ടി, ബോണിയോട് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയിട്ട് അതിങ്ങ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ്. ഞാൻ അദ്ദേഹത്തോട് പറയാൻ ചിലപ്പോൾ ചെയ്യത്തില്ല. അപ്പം അവിടം വരെ പോകുന്ന വേദന ഞാൻ ബോണിയെ വിശ്വാസത്തിലെടുക്കുന്നതുകൊണ്ട് അങ്ങനെ 3-4 പാട്ട് എഴുതി, കുറച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എഴുതി വല്ല പാട്ടുകളും ബോണി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ പോലെ കുറെ പാട്ടുകളുണ്ട് ഇത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ളൊരു അച്ഛൻ്റെ പാട്ടുകളിൽ. അതിലൊന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എങ്കിലും ഒരു ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, എന്റെ ആകാശം, അങ്ങനെയാണോ അത്? ആകാശം നീ എന്റെ ആനന്ദം, എന്റെ അതതിന്റെ ഒടുവിലത്തെ ഭാഗമാണ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് ഈ മരുവിൽ എന്നും പറഞ്ഞ് തുടങ്ങുന്നത് കാർത്തിക് എന്ന് പറയുന്ന ഒരു തമിഴ് ഗായകൻ പാടിയതാണ്. പറഞ്ഞ ശരിയാ, ഇച്ചിരി ഒഴുകി വരുന്ന പാട്ടാണ്. ബോണി, ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഇരുന്ന് കമ്പോസ് ചെയ്ത ഒരു പാട്ടായത്. പല പാട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുള്ളതാ. എന്നുവെച്ചാൽ എൻ്റെ ഒരു അധ്വാനം വന്നിട്ടുള്ളൊരു പാട്ടായത് കൂടുതൽ. ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം, ഈ കനലിൽ വീശും കുളിര് പ്രിയനേശുവേ നീ മാത്രം, വേഴാമ്പൽ മഴ തേടും പോൽ ഞാൻ തേടുന്നു നിൻ കാരുണ്യം, കനിവേ കനിവേ കനിവേ.
കനിവേ കനിവേ ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. നീ മാരിവിൽ മലരായി ആത്മാവിൽ വിടരേണം. നീ മാരിവിൽ മലരായി ആത്മാവിൽ വിടരേണം. പുതുമഴയായി തേൻ കണമായി യേശുവേ ജീവിത പാഴ്മരുഭൂമിയിൽ നീ വാ കനിവായി. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങാൻ. ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങാൻ. സ്വർണം പോലെ തീക്കനലിൽ നീയൊരുക്കിയിടുന്ന വേദന പോലുമെൻ ഭാഗ്യം കനിവേ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഈ മരുവിൽ സ്നേഹത്തണല് പ്രിയനേശുവേ നീ മാത്രം. ഈ കനലിൽ വീശും തണുവ് പ്രിയനേശുവേ നീ മാത്രം. വേഴാമ്പൽ മഴ തേടും പോൽ ഞാൻ തേടുന്നു നിൻ കാരുണ്യം കനിവേ.
അച്ഛാ ഓരോ വരികളിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തണുപ്പ് കിട്ടുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട് കേൾക്കുമ്പം. ഞാൻ അങ്ങനെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് പാട്ടിനൊരു മുഖമുണ്ടല്ലോ. പാട്ടിന്റെ ലക്ഷ്യം എന്താ? അത് മാലാഖമാരുടെ ഭാഷയാകണം. കേൾക്കുന്നവനെ സത്യത്തിൽ എഴുതിയ ആളിലേക്കല്ല, ദൈവസന്നിധിയിലേക്ക് അവൻ പറന്നുയരണം. അപ്പം അത്രയും ആഗ്രഹിച്ചിരുന്നു, ഒരു ഒഴുകി ഒത്തിരി സമയമെടുത്തിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലേ അച്ഛൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പാടിക്കൊണ്ട് കരയാൻ പറ്റുന്നതൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പാടാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത. അയ്യോ, പറ്റും. അത് ഉറപ്പല്ലേ? അത് മർക്കോസിന്റെ സുവിശേഷം 14:26 വാക്യം നോക്കിയാൽ പോരെ. അത് ഈശോയുടെ മുമ്പിൽ യൂദാസ് മുത്തി ഒറ്റു എന്ന് ഉറപ്പായി. യേശുവിന്റെ മനുഷ്യത്വത്തിൽ അവനൊന്ന് മുത്തി ഒറ്റാതിരുന്നെങ്കിലെന്നുണ്ട്. കാരണം മനുഷ്യത്വത്തിൽ അവന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ചങ്ക് കൊടുത്താണല്ലോ സ്നേഹിച്ചതേ. ഈ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചതിൽ ഒരാള് അതറിയാതെ പോകുന്ന വേദനയുണ്ടേ. അപ്പം കഴിയുമെങ്കിൽ അത് കടന്നു പോട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതില്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? കാസി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന സഹനങ്ങളാണ് കർത്താവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് വേണേ വീഴുന്നതിനൊന്നും മടിയില്ല, പക്ഷെ ഈ കൂടെ നിന്നവരുടെ വഞ്ചനയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മുത്തി ഒറ്റിയ സമയത്ത് മാർക്കോസ് മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? അവൻ ആ രാത്രിയിൽ ഒരു സ്തോത്രഗീതവും പാടിക്കൊണ്ട് കെദ്രോൻ താഴ്വരയിലേക്ക് പോയെന്നാ. എന്നുവെച്ചാൽ എന്നാ? പാട്ടും പാടിക്കൊണ്ട് മരിക്കാൻ ഇറങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് പാടിക്കൊണ്ട് മരിക്കാൻ പറ്റും, അല്ലെങ്കിൽ മരണവക്രത്തിൽ പാടാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുർബാനയിലെ ആ ഒരു കാഴ്ച സമർപ്പിക്കുന്ന സമയം വരുമ്പോഴേ ഒരു സ്തോത്രഗീതം ചാൻഡ് പോലാണല്ലോ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു എന്ന് അച്ഛന്മാർ. പക്ഷെ ചാൻഡ് പോലെ പാടാൻ കാര്യം എന്നാനുസ്മരിക്കുന്ന പറഞ്ഞത്? അവന്റെ ലോട്ടറി അടിച്ചതാണോ? പീഡാസഹനം. അവന്റെ പീഡാനുഭവങ്ങൾ ഞങ്ങൾ ആചരിക്കുന്ന പറഞ്ഞുകൊണ്ട് പാടുക എന്ന് വെച്ചാൽ സഹനങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പഠിച്ച കാര്യം, സഹനം ആഘോഷമാക്കാം, ആനന്ദ തൽപ്പമാക്കാം. തൽപ്പം കിടക്കാം. സഹനങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാതെ സഹനം പോകത്തില്ല, ഉറപ്പ്. പേടിച്ചാൽ അത് ഒരിക്കലും പോകത്തില്ല, ഉറപ്പാണ്. അച്ഛൻ ഇപ്പൊ പറഞ്ഞത് ഒരു വലിയൊരു കാര്യമാണ്, സഹനത്തെ ആഘോഷമാക്കുക, സെലിബ്രേറ്റ് ചെയ്യാൻ. അതിനൊരു കൃപ. അല്ലാതെ വഴിയില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ആ വഴി തെരഞ്ഞെടുത്തുകൂടെ? ആ വഴി അല്ലാതെ വഴിയില്ല. ആ വഴിയില്ല. അപ്പൊ ഒന്നുകിൽ ശപിച്ച് സഹിക്കാം. നമ്മളിൽ അനേകം പേര് ശപിച്ച് സഹിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിലേക്ക് അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റാൻസ ശ്രദ്ധിച്ചോ? സെക്കൻഡ് സ്റ്റാൻസ, നീ മാരിവിൽ മലരായി ആത്മാവിൽ വിടരേണം, നീ മാരിവിൽ മലരായി ആത്മാവിൽ വിടരേണം, പുതുമഴയായി തേൻ കണമായി യേശുവേ ജീവിത പാഴ്മരുഭൂമിയിൽ നീ വാ. എവിടെയാ? എൻ്റെ പാഴ്മരുഭൂമിയിൽ എനിക്ക് പുതുമഴയും നിലാവും കുളിരും ചന്ദ്രികയും എൻ്റെ പ്രഭാതവും പൗർണമിയും രാവും പകലും താളവും ഋതുസംക്രമവും ഒക്കെ നീയാണ്. ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്പോഴേ പറ്റത്തുള്ളൂ. ഞാൻ ബോണി ഒരു മറൈൻ ഡ്രൈവിൽ ജീസസ് ദ സേവിയർ എന്നൊരു ഷോ, എനിക്കത് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അന്ന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അന്ന് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമേ, ഒരു രംഗം അവതരിപ്പിക്കുന്നുണ്ട്. രംഗം ഇതാണ്: സത്രവാതിലുകളെ, നാടകം പോലെ ഒരു പ്രത്യേക രീതി എല്ലാ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ബാല പോലെയൊക്കെ യോസപിതാവ് പറയാ, സത്രവാതിലുകളെ ഇതാ പുറത്ത് തീകത്തുന്ന ഹൃദയവുമായി 2 പേർ നിൽക്കുന്നു, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരില്ലേ? സത്രം ഇങ്ങനെ സിംബോളിക്ക്, ഇല്ല ഞങ്ങൾ വാതിൽ തുറന്നു തരില്ല. അങ്ങനെ അവിടെ സ്ഥലമുണ്ടോ? ഇല്ല. ഇവിടെ സ്ഥലമുണ്ടോ? ഇല്ല. ഉടനെ വേറെ ആൾ പറയും, ഇവിടെ ഇച്ചിരി സ്ഥലമുണ്ട്. അയ്യോ വലിയ സന്തോഷമായി,
ഉടനെ അവർ ചിരിച്ചിട്ട് പറയും ഇവിടല്ല ആ കാലിത്തൊഴുത്തിൽ എന്ന് പറയും, പൊട്ടിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ ദുഃഖം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ദുഃഖം കയറി വന്നിട്ട് യോസേപ്പ് പാടുക, മേരി മിഴികൾ നിറയേണ്ട, സത്രമെല്ലാം അടഞ്ഞു കഴിഞ്ഞു, കാലിക്കൂട്ടിലെ വൈക്കോൽ മത്ത ഒരാനന്ദ തൽപ്പമാക്കാം. ഉടനെ മറിയം അതിൻ്റെ ബാക്കി പാടുക, പ്രഭോ സഹനത്തിൽ മഴവില്ലു കണ്ട് ഞാൻ കരയില്ല മേലിൽ തല്ലും. പ്രഭോ സഹനത്തിൽ ഒരു മഴവില്ല് ഞാൻ കണ്ടു, ഞാൻ കരയില്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ഓർത്ത് ഞാൻ നിന്റെ കൂടെ നീക്കാം. എന്നിട്ട് മറിയം പാടുക, സഹനം ആഘോഷമാക്കാം. ഈ കൺസെപ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നീ മാരിവിൽ മലരായി ആത്മാവിൽ വിടരേണം. എനിക്ക് ഭൂമിയിൽ നോക്കുമ്പം ദുഃഖം, കണ്ണീര്, ഭാരം, ഓപ്പറേഷൻ, സഹനം, ലോണ്, കെടുതി, ഈ കേസ്, ആ വിധി, നിന്ദനം, ആ തകർച്ച, എൻ്റെ തന്നെ പാപമാണ് മുമ്പിൽ. എല്ലാം കരയാനുള്ള കാര്യങ്ങളാണ്. കരയാൻ ഒരു കാരണമില്ലാത്ത ഒറ്റ മനുഷ്യരുമില്ല. ഒറ്റ മനുഷ്യർ, എല്ലാവർക്കും കരയാൻ ഇഷ്ടം പോലെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ 31:16 പറയുന്നത്, നീ കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്ക്. കരയാൻ കാരണമില്ലെന്ന് ആരും പറയുന്നില്ല, കരയാൻ ഇഷ്ടം പോലെ കാരണമുണ്ട്. പക്ഷേ നീ ഒരു മഴവില്ല് കാണണം അതിനകത്ത്. നീ മാരിവിൽ മലരായി എൻ വേദനയിൽ വിടരേണം, പുതുമഴയായി തേൻ കണമായി യേശുവേ ജീവിത പാഴ്മരു ഭൂമിയിൽ നീവാ കനിവായി. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഞാനിങ്ങനെ ഓർക്കുന്ന കണ്ണൂരുള്ള ഇരുട്ടിലുള്ള സിബി ബ്രദറെ, ഈ 2 വരി തന്നെ പാടി ഒരു ശുശ്രൂഷയെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ആകാശം നീ. ശരിക്കും ആ പാട്ടിനകത്ത് വെണ്ണയതാ. എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നീയാണ് എൻ്റെ എല്ലാം. ഈ അടുത്തിടയ്ക്ക് മറവിയുണ്ടേ, പേരൊക്കെ മറന്നു പോകാറുണ്ട്. മറന്നാൽ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിനുള്ളവനെന്ന് പൗലോസ് പറഞ്ഞ പോലെ ഓർമ്മയുള്ളിടത്തോളം ഞാൻ നിനക്ക് വേണ്ടി എഴുതും. അപ്പം നീ എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഞാൻ ചേക്കേറും ചില്ലയും നീ, അത് ഭയങ്കര ഒരു ചിലപ്പം ബോണി, ചിലപ്പോഴൊന്നല്ല, ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് ഞാൻ ഈ വരി എഴുതത്തില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് പോകത്തില്ല. പക്ഷേ കർത്താവ് ആത്മാവിനെ എടുത്ത് ഉയർത്തി തന്നുകൊണ്ടാണ്. എന്നാ പിന്നെ ഈ വാക്കും വരിയും കേൾക്കാത്തതാണോ? എൻ്റെ ആകാശം നീ ആകാശം കേൾക്കാത്തതാണോ? ആനന്ദ്. പക്ഷെ എൻ്റെ ആകാശം നീ, എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും നീയാണ്. എൻ്റെ ആകാശം പോലെയുള്ള സ്വപ്നങ്ങൾ നീ മാത്രമാണ്. എൻ്റെ ആനന്ദവും ഉറവിടം നീ. എൻ്റെ ആത്മാവ് ഒരു കുരിയലിനെ പോലെ പറന്നു പോയി പന്തിക്ക് ചേക്കേറുന്നതും നിന്നിൽ തന്നെ. ഈ വേദനകൾ വരുമ്പോൾ നമുക്കൊരു ഇടവില്ലാത്ത പോലെ ഫീൽ ചെയ്യേ. പറന്നു പോയി. ബൈബിള് പറയുന്നില്ലേ, ഞാൻ കണ്ണെത്താത്ത ദൂരങ്ങളിൽ പോയി ഒളിക്കുമായിരുന്നു. പറന്നു പോയി വിശ്രമിക്കുവാൻ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ നോക്കത്താത്ത ദൂരങ്ങളിൽ പോയി മറയുമായിരുന്നു. ഒരു ഇടമില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ അല്ലേ? ശരിക്കും ഞാൻ അങ്ങനെ പെടഞ്ഞ സമയത്ത് എനിക്ക് മുമ്പിൽ ഒരു ചോദ്യം വന്നു, ഐദർ ടു ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒന്നുകിൽ ജീവിതത്തിൽ ഇനി ഈ എത്ര നന്മ ചെയ്തിട്ടും കിട്ടുന്ന, എത്ര സ്നേഹിച്ചിട്ടും ഈ ചങ്കെടുത്ത് കാണിച്ചാൽ കടലാസാന്ന് പറയുക, ഇല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാക്കിയ മോഡലാന്ന് പറയുക, പണ്ട് എമ്പരത്തി പോവാന്ന് പറയുന്ന പോലെ നമുക്കൊരിക്കലും ഒരു സത്യത്തിന് വിലയില്ലാതെ വരുമ്പം ശരിക്കും ഈ വചനം എന്നെ സഹായിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം, സ്വർണം തീയിലെരിയുന്നത് പോലെ തന്നെ പോകേണ്ടി വരും. അത് ദൈവപ്രീതിയുടെ ഒരു ലക്ഷണം കൂടിയാണ്. ഇന്ദ്രനീലക്കല്ലായി ഞാൻ നിൻ കരതാരിൽ തിളങ്ങാൻ, ഇന്ദ്രനീലക്കല്ലായി ഞാൻ
നിൻകരത്താരിൽ തിളങ്ങാൻ സ്വർണം പോലെ തീക്കനലിൽ നീ ഒരുക്കിയിടുന്ന വേദന പോലുമൻ ഭാഗ്യം കനിവേ. അതും ഒരിക്കലൊരു ഭാഗ്യമാണ്, അതൊരു ഒരു ഒരു ദുരന്തമല്ല. അച്ഛാ, ഈ ഇത്രയും ഞെരുക്കുന്ന വേദനയുടെ സമയത്ത് ഇതൊരു ഭാഗ്യമാണെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ഒരാൾ സൗഖ്യത്തിലേക്ക് പ്രവേശിക്കണം. അത് സത്യമാണ് പോണി. പണ്ട് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതൊരു ഇമോഷണൽ ഔട്ട് പോറിങ്ങിനേക്കാളൊരു അനോയിൻറ്റിങ് ആണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഇങ്ങനെ എനിക്ക് സാറ് ഇമ്മോന്ന് ചോദിച്ചതാ, ഞാൻ അവിടെ കിടന്നൊരു ഒറ്റ തിരിച്ച് ചോദിച്ചാ പോരെ, ഞാൻ എന്തോടെ ഒന്ന് സാറൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഇങ്ങനെ തൊണ്ടെന്ന് റെഡിയാക്കിയതാ. സാറിനും തോന്നി സാറിനെ ഞാൻ കളിയാക്കിയതാണ്. എന്തോടോ മാത്യു എന്നൊരു ചോദ്യം. എൻ്റെ പേര് മാത്യു എന്നാ, ഷാജി എന്ന് വിളിക്കപ്പെടുന്നെങ്കിലും. എൻ്റെ ബോണിത്തെ ഇങ്ങനെ വിറച്ച് കവിളി ഇപ്പം ഇങ്ങനെ വിറപ്പിക്കണം. അന്ന് ഞാൻ കൈയൊന്നും കൊണ്ട് വിറപ്പിച്ചില്ല, കവിളൊക്കെ വിറച്ച് ഞാനൊരൊറ്റ കരച്ചിൽ. അത്ര ലോലഹൃദയമായിരുന്ന എന്നെ അവിടുന്ന് ഈ ഇഷ്ടപ്പെടുന്ന ഒരു കുടമുണ്ടാക്കാൻ വേണ്ടി ആലയിൽ പദം വരുത്തുന്ന പോലെ പദം വരുത്തി. തീർച്ചയായിട്ടും ഒരുപാട് സൗഖ്യം കർത്താവ് തന്നു. അതുകൊണ്ട് സുഖപ്പെടുത്താനും പറ്റി. ഇപ്പം വേദനിക്കുന്ന ഒരു മനുഷ്യരുടെ മുമ്പിൽ നിന്ന്, മകനെ നീ പേടിക്കണ്ട, ഇന്ദ്രനീലക്കല്ലായി നീ, ഇന്ദ്രനീലക്കല്ലായി നീ, യേശുവിൻ കരത്താരിൽ തിളങ്ങാൻ സ്വർണം പോലെ ഇപ്പോൾ തീക്കനലിൽ നിന്നെ ഒരുക്കുന്ന വേദന പോലും നിന്റെ ഭാഗ്യം മകനേ എന്ന് പാടാൻ പറ്റും. അത് പാടിയാൽ സൗഖ്യം കർത്താവ് കൊടുക്കും. കാരണം അതുപോലെ ഈ ചോറ് വാരി പട്ടാണി കുറയ്ക്കുന്ന പോലെ ഞാൻ സഹനം തിന്നിട്ടുണ്ട്. ഒരു ദുഃഖം തീരുമ്പോൾ മറ്റൊന്നും. ഈ ജപ്പാനീസുകാരൊക്കെ കഴിക്കത്തില്ലേ, ടക്കട്ടപ്പടം ഈ സിംഗപ്പൂരുകാരൊക്കെ ആഹാരം കഴിക്കത്തില്ലേ, ഇതുപോലെ കുറയ്ക്കുന്ന പോലെ ആഹാരം ഈ വേദന വന്നിട്ടുണ്ട്, നിന്ന് ഉരുകിപ്പോയിട്ടുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ പെടച്ചിലിൽ ഒന്നുകിൽ ഈ കുന്തം ബൈബിളൊക്കെ വലിച്ച് തുപ്പിച്ചവിട്ടി പോണം, അല്ലെങ്കിൽ പക്ഷെ എനിക്ക് ആ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ ദൈവം കൃപ തന്നു. മറിയത്തപ്പം നല്ല ഭാഗം തിരഞ്ഞെടുക്കാനുള്ളൊരു കൃപ കിട്ടി. അല്ലാതെ ഒരു പക്ഷെ ഞാൻ വളരെ എന്നെ ഒരു എന്താ പറയുക, വിരോധാഭാസ എഴുത്തുകാരനായി പോയനെ, ഒരു നെഗറ്റീവ് എഴുത്തുകാരനായി പോയനെ. വേദനകളെല്ലാം ഒരു പോസിറ്റീവ് ആക്കാം, നല്ല എഴുത്തിലേക്ക് കൊണ്ടുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ കർത്താവ് ഒരു ഇമേജറി എന്നെ പഠിപ്പിക്കുക. മോനെ, ഞാനേ നിന്റെ കയ്യിൽ ഒരു നല്ല ഫുട്ബോൾ തരാം, നീ എടുത്ത് വെള്ളത്തിലിടെ എടുക്കേ, എന്നിട്ട് നീ ഒരു കൈലേസ് കൊണ്ട് തുടക്കേ. ഓണിന്ന് ഓർത്ത് വയ്ക്കുക, ഭാവനയിൽ ഒരു ഫുട്ബോൾ എടുത്ത്, നല്ല പുതിയ പുത്തൻ ബോളാണേ, വെള്ളത്തിലിട്ടിട്ട് മുക്കി പൊക്കി മറിച്ച് തിരിച്ചിട്ട് എടുത്തൊരു തുണി കൊണ്ട് ഒരു കൈലേശം തുടച്ച് നോക്കിക്കേ, കണ്ടമാനം വെള്ളം ഉണ്ടായിരിക്കുമോ? ഒരു നല്ല പുത്തൻ ബോളായി ഇല്ല. ഞാൻ വേറൊരു ബോള് തരട്ടെ, ഒരു സ്പോഞ്ച് ബോള് വെള്ളത്തിലിട്ട് നോക്കി, നല്ല എന്നെ എടുക്കും, എന്നാ പറ്റും, വെയിറ്റ് കൂടും, വെള്ളം എന്ന് വെച്ചാൽ ഓരോ സുഷിരത്തിലും ഓരോ വിടവിലും ഓരോ പറഞ്ഞു കീറലിലും വെള്ളം അങ്ങോട്ട് നിറഞ്ഞിട്ട് ഈ 15 ഗ്രാമുള്ള ഈ സ്പോഞ്ച് ബോളിന്റെ സർവ്വ സുഷിരത്തിലും വിടവിലും എല്ലാം വെള്ളം അങ്ങോട്ട് മുറ്റി കയറിയിട്ട് ഈ വാർന്ന വെള്ളം ഒഴുകും നമ്മൾ എടുക്കുമ്പോൾ. ഈശോ എനിക്ക് പറഞ്ഞു തന്ന കുഞ്ഞെ, മുറിവുകൾ നല്ലതാ, ചതവ് നല്ലതാ, കൃപയ്ക്ക് നിറയാനൊരു തടാകം വേണ്ടേ, നീ നല്ല ഫിനിഷ്ഡ്, നല്ല സർവ്വയോഗ്യൻ, സർവോത്തമൻ, പുരുഷോത്തമൻ, ഹായ് ഹല്ലേലൂയ, എങ്ങനെ തൊടാതെ ഹല്ലേലൂയ, സ്തോത്രം ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ ചങ്കിലൊരു നിറവ് വരത്തുക. കാരണം നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഈ മുറിവുകളും ഭാരങ്ങളും തകർച്ചകളും നിന്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിനക്ക് നല്ലതാ. കാരണം ഒരിക്കൽ കർത്താവിന്റെ കൃപ നിന്നെ എടുക്കുമ്പം ഈ ചതവും മുറിവുമെല്ലാം കൃപയുടെ തടാകങ്ങളായി മാറും. അപ്പം അങ്ങനെ ചിന്ത തമ്പുരാൻ നൽകിയതുകൊണ്ട് പോസിറ്റീവ് ആകാൻ പറ്റി, വളരെ പോസിറ്റീവ് ആകാൻ പറ്റി. അതുകൊണ്ട് സമാനമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് അതെന്റെ ജീവിതത്തിന്റെ ഭാഗ്യം തന്നെയാണ്. ചിലർ വിളിച്ചിട്ട് പറയും, അച്ഛാ എൻ്റെ പ്രൈവറ്റ് ലൈഫ് അച്ഛൻ അങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിക്കും.
ഈ വരികള് കേട്ടിട്ട് അങ്ങനത്തെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും കൊടമാളൂർ എന്നൊരു ചേട്ടൻ വിളിച്ചിട്ട് ഓർക്കണം, ഒരേ പാട്ട് തന്നെ പലരും വിളിച്ചിരിക്കുന്നത്. എന്നെ നാളുകൾക്ക് മുമ്പ് എൻ്റെ സഹോദര ബോണി ആലപ്പുഴയിൽ നിന്ന് ജെയിംസ് എന്നൊരു വിളിച്ച അതേ ആള് കൊടമാളൂരിൽ നിന്ന് അതിനുശേഷം 4-5 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ തിരുവിലാവിൽ നിന്നൊഴുകും തിരിച്ചോര തുള്ളിയാൽ അതൊക്കെ എൻ്റെ ജീവിതമാണ്, പ്രൈവറ്റ് ലൈഫ് അച്ഛൻ എഴുതിയിരിക്കുന്നു പറഞ്ഞു. ഞാനത് അവരുടെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെ അറിയാനാ? നോ, ഞാൻ കടന്നു പോയത് പോയി മരിച്ചാലോ എന്ന് പോലും കരുതി ഞാൻ തിരുവിലാവിൽ എന്നങ്ങ് എഴുതിപ്പോയതാ. അത് പിന്നീട് ഗുണമായി തീർന്നതേ ഉള്ളൂ. അങ്ങനെ എഴുതിയ എനിക്ക് മനോഹരം ഏതാണ്ട് ഒരു ഗസലിന്റെ മൂടൊക്കെ ഞാൻ ദൈവമേ ഹിന്ദുസ്ഥാനി ആണോന്ന് എനിക്കറിയില്ല, ഹിന്ദുസ്ഥാനി ഒന്നും പഠിക്കാനും പറ്റിയില്ല. എങ്കിലും സിബിയൊക്കെ അങ്ങനെ ഹിന്ദുസ്ഥാനി മൂഡിലൊക്കെ പാടുന്നത് കേട്ടപ്പോഴേ, ഇന്ദ്രനീല കല്ലായി ഞാൻ നമ്മൾ തൻ കരതാരിൽ തിളങ്ങാൻ സ്വർണം പോലെ തീക്കനലിൽ നമ്മെ ഒരുക്കുന്ന വേദന പോലും ഒരു ഭാഗ്യം കനിവേ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. നീയൊന്ന് ആദർശമോ മറ്റോ ഒന്ന് വൃത്തിക്ക് പാടിയാൽ അത് എനിക്കൊന്ന് ആദർശ വൃത്തിക്ക് പാടിയത് കേട്ടപ്പം അതിൻ്റെ ഒരു പവർ തന്നെ കൂടിയെന്ന് തോന്നുന്നു. ഒരുമിച്ചൊന്ന് പാടിയാലോ? എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും